UDF ഏകോപന സമിതിയുടെ യോഗത്തിൽ പാർട്ടി മന്ത്രിയെ പിൻവലിച്ചുകൊണ്ട് പാർട്ടി കൊടുത്ത കത്ത് ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ തീരുമാനമുണ്ടാക്കി അടുത്ത ഏപ്രിൽ മാസം 2-ാം തീയതി കൂടുന്ന ഏകോപന യോഗത്തിൽ തീരുമാനം പ്രഖ്യാപിക്കും. അത് പാർട്ടിയുടെ കത്ത് നിയമപരമായുള്ള കത്തായതുകൊണ്ട് അതിനനുകൂലമായിട്ടായിരിക്കുമെന്നാണ് ഞങ്ങൾ ധരിക്കുന്നത്, അവിടുത്തെ ഡെലിബറേഷൻസ് വെച്ചുകൊണ്ട്. ഒരു മന്ത്രിയെ പാർട്ടി നിയോഗിച്ചാൽ ആ മന്ത്രിയെ പാർട്ടി പിൻവലിച്ച ഒട്ടേറെ ഉദാഹരണങ്ങൾ ഇന്ത്യൻ രാഷ്ട്രീയത്തിലും കേന്ദ്ര മന്ത്രിസഭയിലും സംസ്ഥാന മന്ത്രിസഭകളിലും ധാരാളം ഉണ്ടായിട്ടുണ്ട്. ആ പാർട്ടിയാണ് പിൻവലിക്കുന്നത്. ഇപ്പോൾ തൊട്ടടുത്ത സംസ്ഥാനത്തെ ജയലളിത ഇത്തവണ അധികാരത്തിൽ വന്നതിന് ശേഷം പാർട്ടി തീരുമാനമനുസരിച്ച് 8 മന്ത്രിമാരെ പിൻവലിച്ചിട്ടുണ്ട്. കേരളത്തിൽ 2 NDP മന്ത്രിമാരെ പിൻവലിച്ചു, പകരം മന്ത്രിയെ വെച്ചിട്ടില്ല.